ഓക്കെ, ഇത് നമ്മളൊരു പ്ലെയർ റിവ്യൂ ആയിട്ട് ചെയ്യാൻ പോകണം. ഫ്രീ കിട്ടിയ പ്ലെയറാണ് നക്കാട്ട. കിഡിലും പ്ലെയറാണ്. കിഡിലെന്ന് പറഞ്ഞാൽ കുറച്ച് ഫിനിഷിങ്ങിൻ്റെ വിഷയമുണ്ട്. 2-3 മാച്ച് കളിപ്പിച്ച് നോക്കി, അത്യാവശ്യം ഗോൾ അടിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് നമ്മളൊരു പൊസിഷനിൽ നിർത്തിയാൽ നല്ല ഗോൾ അടിക്കും. പിന്നെ പാസിങ് അത്യാവശ്യം ഉണ്ട്, പാസിങ്ങിൻ്റെ സ്റ്റാമിനയുണ്ട്, കുഴപ്പമില്ലാത്ത. അപ്പം ഇന്ന് ഒരു ഗെയിം പ്ലേ കാണിച്ചു തരും, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് മാച്ച് കളിച്ചാട്ടോ. ഇപ്പോൾ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവും. നക്കാട്ടേക്ക് പാസ് കൊടുത്തു, നക്കാട്ട തിരിച്ച് പാസ് കൊടുത്തു. നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വരും കേട്ടോ. എവിടെയാണോ ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഉണ്ടോ, ഇപ്പോൾ ഒന്ന് ഡബിൾ ടച്ച് കിട്ടാറ്, ഡബിൾ ടച്ച് ഷൂട്ട് അടിച്ചാൽ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ഫിനിഷിങ്ങിൻ്റെ വിഷയമുണ്ട്. അല്ലാതെ ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഫിനിഷിങ്ങിൻ്റെ വിഷയമുണ്ട് മാത്രം. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നോക്കിക്കോട്ടാം. നക്കാട്ട ഇവിടെ നിൽക്കണം, നക്കാട്ടേക്ക് പാസ് കൊടുക്കാം. നക്കാട്ടേക്ക് കൊടുത്തു, നക്കാട്ട തിരിച്ച് പാസ് കൊടുക്കും. തിരിച്ച് പാസ് കൊടുത്തതിന് നക്കാട്ട റണ്ണെടുക്കണമായിരിക്കും. ഫ്രീ ആയിട്ടുള്ള സ്പേസിലേക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഷൂട്ട് അടിക്കാം. ഇപ്പോൾ കയ്യിൽ നിന്ന് പന്ത് പോയപ്പോൾ നൈസായിട്ട് കളി ബാക്കായി. അപ്പോൾ കയ്യിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ വേഗം അകത്തോട്ട് കയറി വരും, പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇറങ്ങി വരും. ഹോൾ പ്ലെയർ ആണല്ലോ. നമുക്ക് പന്ത് കിട്ടി, ഓക്കെ. കയ്യിൽ നിന്ന് പന്ത് പോയപ്പോൾ വീണ്ടും വന്ന് പാസിങ്ങിനെ സഹായിക്കണം. ഓക്കെ, അവിടെ ഫ്രീ സ്പേസ് ഉണ്ടോ, നമ്മൾ ഓടി കയറാണ്. അത്രയും നക്കാട്ട. കയ്യിലോട്ട് പന്ത് കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് ഫ്രീ ആയിട്ടുള്ള സ്പേസ് അവിടേക്ക് കറക്റ്റായിട്ട് ഓടി കയറും. നിങ്ങൾക്ക് അത്യാവശ്യം ഫിനിഷ് ചെയ്യാനുള്ള ഡബിൾ ടച്ചൊക്കെ ഇടാൻ പറ്റുക അറിയാമെങ്കിൽ ഡബിൾ ടച്ചിട്ട് അടിക്കാൻ, അപ്പോൾ കുറച്ചുകൂടി ഫിനിഷിങ് കയറും. ഇപ്പോൾ ത്രൂ ഇട്ട് കൊടുത്താട്ടോ. അപ്പോൾ അത്യാവശ്യം പാസിങ്ങും ഉണ്ട് കണ്ടാ. അവിടെ ഫ്രീ സ്പേസ് ഉണ്ടായി, അവിടേക്ക് പിടിയിൽ നിന്ന് ഓടി വന്ന് അത്യാവശ്യം റീബൗണ്ട് തന്നെ ബോളൊക്കെ അടിച്ച് ഗോളേറ്റാം. ഹോൾ പ്ലെയറാണ്. ഞാൻ അറ്റാക്ക് ചെയ്തപ്പോൾ ബാറ്റും ബാക്കിലായതിനൊക്കെ അപ്പോൾ അടിച്ച് കയറി വന്ന് ഗോളടിച്ച്. ഓക്കെ, വേറൊരു കാണിച്ചു തരാം. ഓക്കെ, നോക്കോ. ഓക്കെ, പന്ത് കൈ കിട്ടിട്ട് നമ്മൾ പന്ത് ഇപ്പോൾ കയ്യിലില്ല, അപ്പോൾ നക്കാട്ട് ഇറങ്ങി വന്നിട്ടുണ്ടോ. പന്നി കൈ കിട്ടും നോക്കണ്ട, പന്ത് നമ്മളെ കൈ കിട്ടി, കട്ട് എടുക്കണ ഇതല്ല. ഇപ്പം ഞാൻ പാസ് മൂവ് ചെയ്തെങ്കിലും അത്യാവശ്യം കൊടുക്കും. ഇപ്പം ഞാൻ ചെങ്ങായിക്ക് ബോൾ കൺട്രോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇപ്പോൾ കയ്യിൽ നിന്ന് പോയെങ്കിലും കാണിച്ചു തരാം. ഇപ്പോൾ പന്ത് കിട്ടി, നക്കാട്ട നോക്കൂ, റണ്ണെടുക്കണത്. നമ്മളെ പന്ത് കൈ കിട്ടിക്കഴിഞ്ഞാൽ റണ്ണെടുക്കും. അത്യാവശ്യം ബോൾ കൺട്രോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ടും എങ്ങനെ എപ്പോഴും ഇങ്ങനെ തിരിച്ച് കളിക്കാം. ഓക്കെ, ഡബിൾ ടച്ചും ഉണ്ട്, അതൊക്കെ തിരിച്ച് മറച്ച് എങ്ങനെ കളിക്കാം. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഡബിൾ ടച്ച് ഷോട്ട് എടുത്താൽ അത്യാവശ്യം ചാൻസ് കിട്ടും. ഓക്കെ, നമ്മൾ പന്ത് ഇപ്പോൾ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, ഇറങ്ങി വന്നുണ്ടോ. ഓക്കെ, മിഡ് വരെ ഇറങ്ങി വന്നിട്ടുണ്ട്, പന്ത് കൈ കിട്ടുമ്പോൾ തന്നെ കളി റണ്ണെടുക്കുക, പാസ് കൊടുക്കുക, തിരിച്ച് പാസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഹോൾ പ്ലെയർ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ തന്നെ കളിക്കുന്നുണ്ട്. ഓക്കെ, ഫ്രീ കാർഡാന്ന് പറഞ്ഞാൽ അങ്ങനെ അലമ്പാക്കുന്ന എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ അത്യാവശ്യം പാസിങ്ങും അറ്റാക്കിങ് ഡിഫെൻഡിങ് എല്ലാം സഹായിക്കണം. AMF ആണ്, അപ്പോൾ അതിൻ്റേതായ രീതിക്ക് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഗെയിം പ്ലേ കളിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കമൻറ്റ് കേട്ടോ. ഞാൻ കുറച്ച് ഫിനിഷിങ് ഞാൻ കുറവാന്ന് പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ഷോട്ടൊക്കെ ഇടിപ്പിച്ചു. അത്യാവശ്യം ഫിനിഷിങ് കുറവ് പോലെ എനിക്ക് തോന്നിയത്. കാണിച്ചു തരാം. കുറേ ഷോട്ട് ഇടിപ്പിച്ചു, കുറച്ചൊക്കെയാണ് ഗോളാവണത്. ഓക്കെ, ഇത് ഗോളായിട്ടുണ്ട്. ഞാനൊരു 5 മാച്ച് കളിപ്പിച്ചു, അതിനകത്ത് 6 ഗോൾ അടിച്ചു. അത്യാവശ്യം ഫിനിഷിങ് ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല, പക്ഷെ എന്നാലും ഫിനിഷ് അത്യാവശ്യം കുറവാണ്. ഇത് റൂം അടിച്ച ഗോളാണ്, പിന്നെ അത്യാവശ്യം കുറവാണ്. ഒരു 10 ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ കയറും, ബാക്കി 4 എണ്ണം പോവും. ബാക്കി നോക്കിക്കോണം, ഡബിൾ ടച്ച്. ഓക്കെ, അത് പുറത്തോട്ട് പോയി, കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആളിന് കുറച്ച് ഫിനിഷിങ്ങിൻ്റെ വിഷയമുണ്ട്. അല്ലാതെ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്ലെയറാണ് കേട്ടോ. എനിക്ക് ആരെ കിട്ടുകയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് നക്കാട്ടേനെയും കിട്ടി, ഒഡുവിനെയും കിട്ടി. അപ്പോൾ ഒഡുവിടെ റിവ്യൂ നാളെ കഴിഞ്ഞോ ഇടാமல் ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് പെട്രി ഒഡു കൊടുക്കണം. ഒഡുവിനെ വെച്ചൊന്ന് ക്രോസ് ഇട്ട് നോക്കാം. ഓക്കെ, എങ്ങനെയെന്ന് നോക്കാമല്ലോ. ഓക്കെ, കറക്റ്റ് തലക്കനെ കൊണ്ടിട്ട്. ഓക്കെ, അല്ല നക്കാട്ട റിവ്യൂ ആണ്. അപ്പോൾ നക്കാട്ടേനെ വെച്ച് ഞാൻ കുറച്ച് ഡബിൾ ടച്ച് ഷോട്ട് കണ്ടു. അത്യാവശ്യം പോസ്റ്റിലോട്ട് കയറേണ്ടതാണ്, പക്ഷേ പോസ്റ്റിനടുത്ത് ഗോൾ കീപ്പറിൻ്റെ കയ്യിലോട്ടൊന്നും എത്തിയില്ല. അപ്പം അവന് ഫിനിഷിങ് 53 ഫിനിഷിങ് കുറച്ച്
കുറവായാലും എനിക്ക് തോന്നുന്നുണ്ട് 83 അപ്പോൾ അതിൻ്റേതായ ഫിനിഷിംഗ് ഉള്ളു. ഒരു 86 ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും നമുക്ക് ഫിനിഷ് ചെയ്യാറുണ്ടോ. AMF കളിക്കുന്നതുകൊണ്ട് കുറച്ച് ഫിനിഷിങ് ആവശ്യമാണല്ലോ. ഡബിൾ ടച്ച് ഉണ്ട്, പാസിങ് അത്യാവശ്യമുണ്ട്. പാസിങ് ബോൾ കൺട്രോളൊക്കെ 90 മേളിലുണ്ട്. ഓക്കെ ഉണ്ടോ, ഇതൊക്കെ ഗോൾ കീപ്പറിനെ കൈ തട്ടി ഒരു 10 ഷോട്ട് ഇട്ട് 6 ഗോളാവണം. ഓക്കെ ഉണ്ടോ, ഇതൊക്കെ പുറത്തോട്ട് പോയത്. അപ്പോൾ ഫിനിഷിങ് വിഷയമുണ്ട്. ബാക്കിയെല്ലാം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈസ് ബെസ്റ്റ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഇത് കണ്ടെങ്കിൽ കറക്റ്റ് മനസ്സിലാവും ആളിൻ്റെ ഫിനിഷിങ് കുറച്ച് കുറവാണ്. കാരണം ഇതൊക്കെ അത്യാവശ്യം ഷുവറായിട്ട് കയറുന്ന ഗോളാണ്, പക്ഷെ പുറത്തോട്ട് പോയത്. ഈ സ്റ്റണ്ടിങ് കൊടുത്തുകൊണ്ടാണോ അറിയില്ല, പവർ കൂടി കൊണ്ടാണോ അറിയില്ല, പുറത്തോട്ടാണ് പോയത്. അതൊക്കെ ഗോൾ കയറേണ്ടതാണ്. വേറെ ആൻസറാണ്. ഓക്കെ ഇത് ഓക്കെ ആക്കാട്ടാ. ഓക്കെ ഡബിൾ ടച്ച് എടുത്ത് ഷൂട്ട് കിട്ടാം. ഓക്കെ ഡബിൾ ടച്ച് വരാം. അത്യാവശ്യം കയറി, ഗോൾ കീപ്പറിന് കൈ തട്ടിപ്പോയി. ഓക്കെ അതാണ് പറഞ്ഞത്, ഫിനിഷിങ് അത്യാവശ്യം ഷോകാന്നല്ല, കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും അടിക്കുന്നത് കുറച്ചിന് കയറുന്നുണ്ട്. ഓക്കെ കുറച്ച് ഷോട്ടൊക്കെ എടുത്ത് നോക്കി, അതൊന്നും കയറണില്ല, അതുകൊണ്ട് കാണിച്ചു തന്നാണ്. ഓക്കെ ബാക്കിയെല്ലാം പാസിങ്ങും അറ്റാക്കിങ്ങിനൊക്കെ കറക്റ്റായിട്ട് കൂടി നിൽക്കട്ടെ. പിന്നെ ഫിനിഷിങ്ങിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ. ഓക്കെ വേറൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ അതൊക്കെ കയറേണ്ടതാണ്, ബട്ട് കയറിയില്ല. ഇപ്പോഴത്തെ ഷോട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഗോൾ കയറൂല എന്ന് വെച്ചെടുത്ത ഷോട്ടാണ്, പക്ഷെ അത് കയറി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഷോട്ടൊക്കെ ഗോൾ കയറുന്നുണ്ട്. നോക്കോട്ടോ, റൂമിന് കാട്ടി കൊടുത്തു, അത് 0 ആംഗിൾ എന്നാണ് പറയാം. അത് കയറി, ഡയറക്റ്റായിട്ട് അടിച്ചാൽ കയറില്ല, ബട്ട് അത് കയറി. അപ്പം ഫിനിഷിങ് ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല, ഉണ്ട്. പക്ഷെ എപ്പോഴും ഗോൾ കയറണമെന്നില്ല. അയാളൊരു AMF ആണ്, അപ്പോൾ പാസിങ്ങും അതൊക്കെ ഉണ്ട്. പാസിങ്ങൊക്കെ ഹൈ ആണ്, പാസിങ് എല്ലാം ക്രോസ് എല്ലാം ഉണ്ട്. പക്ഷെ ഫിനിഷിങ് അത്യാവശ്യം കുറവാണ്. ഓക്കെ ഇടയ്ക്ക് ഗോൾ കയറും, ഗോൾ എപ്പോഴും കയറില്ല എന്ന് പറയണില്ല. ഇത് നോക്കിക്കോട്ടോ, ഇത് കയറേണ്ടതാണ് അതൊക്കെ. പക്ഷെ അത് കുറച്ച് മാച്ച് കളിപ്പിച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നിയത് അത് കറക്റ്റ് AMFിനേക്കാളും നല്ലത് ഇങ്ങനെ SSL ആണെങ്കിൽ കുറച്ചുകൂടി അറ്റാക്കിങ് കിട്ടും, അത്യാവശ്യം ഓടിക്കയറുന്ന പ്ലെയറാണ്. ഓക്കെ ഇത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ AMFിന് SSL ആണെങ്കിൽ അത്യാവശ്യം ആളുകൾ ഓടിക്കയറും. ഓക്കെ നെക്കാട്ടാ അത്യാവശ്യം പാസിങ്ങൊക്കെ ഉള്ള കാരണം SSL ആണെങ്കിൽ സമൂഹം ചെയ്ത് അത്യാവശ്യം ഗോൾ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെ കയ്യിൽ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൾ റൺ എടുക്കുന്നുണ്ട്, ബോക്സിലോട്ട് റൺ എടുക്കുന്നുണ്ട്. അപ്പോൾ AMF ഉണ്ടാക്കിയാൽ SSL ആണെങ്കിൽ നെക്കാട്ട കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നും. ഓക്കെ അപ്പോൾ ഇത്രയും 2-3 മാച്ച് കളിപ്പിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് ഫിനിഷിങ്ങിൻ്റെ കുറവുണ്ടാവും, പക്ഷേ ബാക്കി ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാം നൈസാണ്.